അല്ല ഈ ട്രംപിന്റെ ഈ രണ്ടാം വരവ് അവരാകപ്പാടെ നമ്മളെ ആളുകൾക്ക് വിസ കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള ഇന്ത്യയിൽ ഒറ്റ കൊടുക്കുന്ന ചാരന്മാരുണ്ട്, ഭയങ്കര ആൻറ്റി അമേരിക്കൻ ഒക്കെ സുഖം, അങ്ങനെ അവർക്ക് ഉള്ളവർക്ക് വിസ കൊടുക്കും. പിന്നെ അവർ വിസ കൊടുക്കാന്ന് വെച്ചാൽ ഈ പറയുന്നതിനകത്ത് ഈ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ഇവിടുന്ന് കട്ട് മോഷ്ടിച്ചും പൈസ ഉണ്ടാക്കി കൊണ്ടുപോയ ആളുകളുണ്ട്, അവന്മാർക്ക് അവർ വിസ കൊടുക്കും. അല്ലാതെ സാധാരണ ഇന്ത്യൻ മുസ്ലിമിനൊന്നും വിസയെ കിട്ടില്ല അവിടെ. അബ്ദുൽ കലാമിനെ ഉണ്ടാക്കി പരിശോധിപ്പിച്ചവന്മാരാണ്. അതെ. അതുകൊണ്ട് ഇത് കാക്കായിമാർ കിട്ടുന്ന പണിയെന്ന് വിചാരിച്ച് വളരെ സന്തോഷിക്കേണ്ട, എല്ലാവർക്കും കൂടിയിട്ടുള്ള പണിയാണ്. നമുക്ക് ഓൾറെഡി പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അല്ല നമുക്ക് ഓൾറെഡി പണിയുണ്ട്, ഇത് മറ്റുള്ളവർക്ക് കൂടി പണിയായിപ്പോ. അല്ല, ഈ ഇത്തരത്തിൽ ട്രംപിന്റെ രണ്ടാം വരവിൽ ഇങ്ങനെയുള്ള നിലപാടെടുക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് ടൂറിസമൊക്കെ തന്നെ അവർക്ക് തകർന്നടിഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. ടൂറിസം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ടൂറിസത്തിനൊക്കെ അവിടെ അമേരിക്ക ടൂറിസത്തിന് പോകുന്ന ആരാണ്? അത്യാവശ്യം അവിടെ ദമ്പടിയുള്ളവന്മാരാണ്. ആ ദമ്പടിയുള്ളവന്മാർ അവിടെ ടൂറിസത്തിന് പോയിട്ട് അവന്മാരിപ്പോഴും പോകും, അവന്മാർക്ക് വിസയും കൊടുക്കും. ഇത് കുടിയേറ്റം ഉദ്ദേശിച്ച് പോകുന്ന ദരിദ്രവാസികളുണ്ട്. അവിടെ ടൂറിസ്റ്റ് വിഷയം എന്താ പ്രോഗ്രാം ചെയ്യാനൊക്കെ പോയിട്ട് മുങ്ങിയിട്ട് അവിടെ എങ്ങനെയെങ്കിലും ഒരു ബ്ലാക്ക് അമേരിക്കനെ കല്യാണം കഴിച്ച് പൗരത്വം ഉണ്ടാക്കി പിന്നെ ദിവസം ഈ 2 കൺട്രീസ് എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാവുമ്പോൾ ക്യാരക്ടറിനെ പോലുള്ള ആളുകളുണ്ട്, അവന്മാർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. അല്ലാതെ പിന്നെ ടൂറിസത്തിന് പോകുന്ന അംബാനിക്ക് അദാനിക്കൊന്നും ഒരു പണിയും കിട്ടില്ല, അവർ തിരിച്ചു വരാൻ പോകുന്ന ആളുകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.